ഷൗപ്പർ ഞാൻ ചിന്തണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതൽ എന്റെ ഒരു സംഭവമല്ല. ഓക്കെ, A few moments later. मेरे सनम प्यार का किताब लंदा है, दिल के मिल के पानी करार तरह है, मैं पानी तरह है। शाहजहान की प्रेम अच्छा है, रमणन का प्रेम ही कष्ट है से है। ഷാജഹാൻ की प्रेम अच्छा है। പക്ഷേ ഈ സ്ട്രാറ്റജി പൊളി കിട്ടാ. ഞാൻ പറഞ്ഞു തരാണ് ജാസ്മിൻ, അവനൊരു പാവാണ് എനിക്ക് തോന്നുന്നത്. ഏട്ടനോട് സംസാരിക്കടാ, നീ കഴിഞ്ഞ 5 ദിവസമായിട്ട് അതിനോട് സംസാരിക്കണം. നീ അത് പഠിച്ച ഡയലോഗ് കേട്ടോ, ഈ സ്ട്രാറ്റജി പൊളിയും ജാസ്മിൻ അവനൊരു പാവമാണെന്ന്. നിങ്ങൾ എന്തിനാ വളരെ വേണ്ടിക്കാൻ? എനിക്കാണ് ഇവിടെ താല്പര്യമില്ല. എനിക്ക് സന്തോഷമുള്ള എല്ലാവരും ഇവിടെ വേണ്ടിക്കാൻ. നിങ്ങൾ ഈ 2 മണി 4 മണിക്ക് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ മനസ്സിൽ ഒരു നല്ല കാര്യം ചിന്തിച്ചു. മോളെ, ഞാൻ പെങ്ങളല്ലേ നിന്റെ? അല്ല, ആങ്ങളാ. എടാ, നീ പറഞ്ഞല്ലോ അവൾ പെങ്ങളാണെന്ന്. അവൻ പെങ്ങളാണെന്ന് പറഞ്ഞല്ലോ. പെങ്ങളല്ലേ, സോറി, ആങ്ങളാണെന്ന് പറഞ്ഞല്ലോ. നീ ഇങ്ങനെ ചൂടാവല്ലേ? ഞാനെന്തോടാ നിന്റെ ഭാര്യയോ? അല്ല, കുളിക്കാൻ പോയി എന്നെ വിളിച്ചിരുത്തി അടുത്തിരുത്തി വന്ന് സംസാരിച്ച കൈ ഉമ്മയൊക്കെ തന്ന് കുളിക്കാൻ നോട്ടി വീട്ടിൽ കയറണേ മഞ്ഞ മഞ്ഞ. ഇന്നലെ കടിയായിരുന്നു. കഴിക്കണം 5 വരെയാണ്. 1 2 അമ്മച്ചാണ് ഞാൻ. എന്റെ ഉമ്മ സത്യം. എന്ത് ഉമ്മ സത്യം? എന്ത് ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ ബാക്കി ഉണ്ടാകുന്ന പോകുന്ന കോൺസിക്വൻസ് പോയതായിരിക്കും. 1 2. ജാസ്മിൻ, പറയൂ ബിഗ് ബോസ്. എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട്? കൊള്ളാം. ഗെയിം സ്പിരിറ്റിൽ കുറേയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ചിലരൊക്കെ ലൈക്ക് ഗബ്രി ഉള്ളതുകൊണ്ട് പിടിച്ച് നിൽക്കുന്നു, പിന്നെ കുറേ മനോധൈര്യത്തിൻ്റെ പേരിലും പിടിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയി ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരേണ്ട ഒരു ഇതൊക്കെ ഫസ്റ്റ് തന്നെ ആവുന്ന നമുക്കൊരിത്. ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത്. ഒരാളത്തെ ഒരു ഇത് കാണുമല്ലോ, അങ്ങനത്തെ ഇത്. നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാത്തിരിക്കുക. എനിക്ക് പുറത്തേക്ക് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും എനിക്ക്. The next day. നിന്റെ പ്രേമ കഥ വലിയ പാടാണ്, 2 വരിയിലത് പറയാൻ പണിയാണ്. ഒരു പെണ്ണിന്റെയും ഒരു ചെറുക്കന്റെയും പ്രേമ കഥ ഇത് പുതുതാണ്, 2 വരിയിലത് പറഞ്ഞാ തീരൂല. നിന്റെയും നിന്റെയും പ്രേമ കഥ വലിയ പാടാണ്, 2 വരിയിലത്. എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ പുറത്തുണ്ട്. ഞാൻ എന്താ പറയാ, എനിക്ക് ഇവനോട് നമുക്ക് ഇഷ്ടം തോന്നൂലേ? ആ ഇഷ്ടത്തിൽ എന്റെ കണ്ണിൽ വല്ലോട്ടില്ല, പക്ഷെ എന്റെ ടച്ചിലോ അല്ലെങ്കിൽ എന്റെ ഹഗ്ഗിലോ അല്ല. എനിക്കിത് എങ്ങനെ സ്വേർ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരിക്കലും ഫിസിക്കലി മീൻ ചെയ്തുകൊണ്ട് ഒരു സാധനം പോലും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാണണമെന്ന് ചോദിച്ചിട്ട് പിന്നെ അത് മാറ്റി പറയുന്നത് ചേട്ടല്ല. അല്ല, നീ ഡെയിലി എന്നെ പറ്റി ഓർക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ 1 മാസം കൂടുമ്പോഴെങ്കിലും ഓർക്കോ? ആഴ്ചയിൽ 3 പ്രാവശ്യം. എന്തിനാ ഓർക്കാൻ? ആഴ്ചയിൽ 3 പ്രാവശ്യം നീ ഓർക്കുന്ന എന്തിനാ? അതൊന്നും പുറത്തു പറയാൻ പറ്റും. വൃത്തിയോടെ മാറി സെറ്റ് കള്ളച്ചിരി ഉണ്ടായിരുന്നു 2 മുതൽ. പോയി കുളിക്കടി. ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കങ്ങനല്ല. എനിക്കങ്ങനല്ല. ഞാൻ ഇവിടെ നിന്ന് വൃത്തിക്ക് കളിച്ചിട്ടാണെങ്കിലും ഓക്കെ, എനിക്ക് ഗബ്രി ഇഷ്ടമാണ്, എനിക്ക് ഗബ്രിയോട് പ്രണയമാണ്, അല്ലെങ്കിൽ ഗബ്രിക്ക് തിരിച്ച് അങ്ങനെയാണെന്നുള്ള രീതിയിൽ നിന്നിട്ട് 100 ദിവസം പറഞ്ഞാൽ കളിക്കുന്നു ഉണ്ടെന്ന ലൈക്ക് നല്ല കോംബോ ആണെന്ന് പറഞ്ഞിട്ട് പോകാൻ പറയാം. പക്ഷെ എനിക്ക് ഒരു ഇതില്ലാത്ത എന്താണെന്ന് വെച്ചാൽ താല്പര്യമില്ല, അതിലോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു സാധനം. എനിക്കങ്ങനെ ലവ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഞാൻ പ്രണയിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ എന്തിനു പ്രണയിക്കണം? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചെയ്തികൾ മാറ്റണം. ചെയ്തികൾ മാറണം എന്ന് പറഞ്ഞാൽ നീയോ ഞാനോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചെയ്തികളല്ല. എനിക്കറിയാം, അതിവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ചെയ്തികളായ. എനിക്ക് മാറ്റാൻ പറ്റില്ല. എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ചെയ്തികൾ എന്തുകൊണ്ട് വരുന്നു? ചെയ്തികൾ വരുന്നത് നാച്ചുറലാണ്. ഞാൻ എല്ലാവരുടെ ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെയാണോ? കണ്ണോക്ക്, നീ കണ്ണാടി നോക്ക്, നീ എന്നെ നോക്കണ രീതി നോക്ക്. എന്തോ ദേഷ്യമാണോ? പ്രണയം. നിങ്ങളാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് രീതിയിലുള്ള സംസാരം നീ സംസാരിക്കുന്നതല്ല അവൻ സംസാരിക്കുന്ന കാണുന്നുണ്ട്. സോ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ റിലേഷൻഷിപ്പ് ഇതിലാണോ? അതല്ല നീ അല്ല കൺഫ്യൂസ്ഡ്. ഈവൻ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്?
നോ നോ ഡോണ്ട്. നിന്റെ കണ്ണൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഇന്നലെയാണ് ആരോ ഇങ്ങനെ പറഞ്ഞു 70 ദിവസം കഴിഞ്ഞ് വീട്ടുകാരെ കാണുമ്പോൾ എന്തിനാ ഇവരിങ്ങനെ കരയുന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ആൾക്കാർ ചോദിക്കില്ല ഈ 10-60 ദിവസത്തെ പരിചയം വെച്ചിട്ട് ഈ പെണ്ണിന് എന്തിൻ്റെ കേട്. അപ്പം വിചാരിക്കും നിനക്ക് എന്നാവും, എനിക്ക് എന്നാ നീ എനിക്ക് എന്നാ അതിന് കേടാവും. കിട്ടിയോ ഉറക്കം വരുന്നു ബ്രോ. ഇത് വായത് നാശം പിടിക്കാനായിട്ട് പട്ടിഷോയ്ക്കൊട്ട് കുറവുമില്ല. ഒറ്റയ്ക്കാൻ വയ്യണ്ടായിരുന്നു. എന്തൊരു ഗതികേട് വേദന എടുക്കുന്നു. ചോറ് കഴിക്കാൻ പോകും. ഞാൻ അതിനെപ്പറ്റി വീട്ടിലാണെങ്കിൽ കട്ടയിലും നിന്ന് വീട്ടിൽ ശാസ്ത്രം മൊത്തം തിന്നും തീർക്കും. അതുകൊണ്ട് പോയി തന്നെ കിട്ടും. ഇനി വയ്യടാ. എനിക്കൊന്നും പറയാം. അടുത്ത ആഴ്ച അവൻ ഇവിടെ വന്നില്ല, അവൻ സീക്രട്ട് റൂമിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച എനിക്ക് പുറത്തു പോകണം. എനിക്ക് ഒക്കത്തില്ല ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. ഒറ്റയ്ക്കാണ് നിന്നത് കളിക്കാനാണ് വന്നതൊക്കെ ശരിയാണ്. എന്റെ പൊന്നുമോളാണ്, നല്ല മനസ്സോടെ ഊര് മോളെ. മതിയായി, ഇനിയൊരു കൊലപാതകം കൂടി എനിക്ക് വയ്യ. അതുകൊണ്ട് ഇത് ഞാൻ എടുക്കും.